കുന്നംകുളത്ത് യൂത്ത് കോൺഗ്രസ് നേതാവിന് പോലീസ് സ്റ്റേഷനിൽ ക്രൂരമർദ്ദനമേറ്റ കേസിൽ പ്രതിഷേധിച്ച് സ്റ്റേഷനിൽ യൂത്ത് കോൺഗ്രസ് മാർച്ച് നടത്തുകയാണ്. സ്റ്റേഷനിലേക്ക് അയ്യോ അവന് കിട്ടിയതൊന്നും പോരാ. വലിയ പ്രതിഷേധമാണ്. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചിരിക്കുകയാണ്. വലിയ സംഘർഷാവസ്ഥ അവിടെ നിലനിൽക്കുന്നു എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. സോറി, വന്ന വഴി മറന്നുപോയി. ഡോണ്ട് റിപ്പീറ്റ് ഇറ്റ്. പോലീസ് ബാരിക്കേഡ് വെച്ച് ഈ മാർച്ച് തടഞ്ഞിട്ടുണ്ട്. ആ ബാരിക്കേഡ് മറികടക്കാനുള്ള പ്രവർത്തകരുടെ ശ്രമമാണ് ഇപ്പോ സംഘർഷാവസ്ഥയിലേക്ക് എത്തിയത്. ഞാൻ പോവൂല. നിന്നോട് പോകാനല്ലേ പറഞ്ഞത്? ഞാൻ പോവൂലെന്നാലും ഞാൻ ആദ്യമേ നിന്ന് കിണക്കുന്നത് കണ്ടില്ലേ? അത് ചോദിക്കണേ. ഒരു ഗുണ്ട തല്ലുന്നതിനൊക്കെ ഒരു അതിലുണ്ട്. ഇതെല്ലാം പഞ്ചായത്ത് പട്ടികൾക്ക് എല്ലാം കഷണം കിട്ടിയമാര് ഒരുമിച്ചല്ല കടിച്ചു പറിക്കണത്. നീ എന്തിനാണ് റോട്ടിൽ കൂടെ പോണ എണിയൊക്കെ പിടിക്കണത്? നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കാൻ വേണ്ടിട്ട്. കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരൊക്കെ അക്കൂട്ടത്തിലുണ്ട്. വലിയ പ്രതിഷേധം കുന്നംകുളത്ത് പോലീസിനെതിരെ യൂത്ത് കോൺഗ്രസിന്റെയും ഭാഗത്തു നിന്ന് നടക്കുന്ന ദൃശ്യങ്ങളാണ്. പോലീസ് പലതവണ ജലപീരങ്കി പ്രയോഗിച്ചു എന്നാണ് അറിയുന്നത്. നാണമില്ലടാ നിനക്കൊക്കെ. ധൈര്യം ഉണ്ടെങ്കിൽ ഒറ്റയ്ക്ക് വാടാ. ഒറ്റയ്ക്ക് വന്നാ എനിക്ക് അത്രയും കുറച്ചടി ഉണ്ടാ മതിയല്ലോ. മല്ലയാ, ഞാൻ പോകണേ. എല്ലാരും കൈവച്ചല്ലോ, ഇനി ആർക്കും പരാതിയില്ലല്ലോ. ഇതൊരു കാര്യം മറ്റേടത്ത് ഐഡിയ ആയിപ്പോയി. അവിടുന്നും കിട്ടി ഇവിടുന്നും കിട്ടി. ഇനി മരിച്ചാൽ ഐഡിയ പറയില്ലേ. കുന്നംകുളം പോലീസ് സ്റ്റേഷനിലേക്കായിരുന്നു മാർച്ച് നടത്തിയത്. കുന്നംകുളം പോലീസ് സ്റ്റേഷന്റെ സമീപത്ത് വെച്ച് മാർച്ച് ബാരിക്കേഡ് വെച്ച് തടഞ്ഞിരുന്നു. ബാരിക്കേഡ് മറിച്ചിടാൻ വേണ്ടി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ശ്രമം നടത്തി. ഈ സമയത്താണ് പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചത്. ഇപ്പോൾ പ്രവർത്തകരെല്ലാം തന്നെ നടു റോഡിൽ കുത്തിയിരുന്ന് ഇവിടെ ഇപ്പോൾ പ്രതിഷേധം അവരുടെ ഒരു അമർഷം പ്രകടിപ്പിക്കുകയാണ്. പ്രത്യേകിച്ച് യൂത്ത് കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റിനെ കസ്റ്റഡിയിലെടുത്ത് ക്രൂരമായി മർദ്ദിച്ചതിൽ പ്രതിഷേധിച്ചാണ് വനിതാ പ്രവർത്തകർ ഉൾപ്പെടെ കുന്നംകുളം പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തിയതും പ്രവർത്തകർ ഇപ്പോഴും ഇവിടെ എത്തിയിരുന്ന പോലീസാകട്ടെ വലിയ ബന്ദോബസ്ത് ഒരുക്കി ക്രമസമാധാന പ്രശ്നമില്ലാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം നടത്തുകയാണ്.